إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു. അനുഗ്രഹീതമായ റമദാൻ നമ്മോട് വിട പറയുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേറെ വർഷിക്കുകയും ധാരാളം നന്മകളാൽ സമൃദ്ധമായി വളരെ ഉത്സാഹത്തോടു കൂടി ഇബാദത്തുകളും അഅ്മാലു സ്വാലിഹാത്തുകളും നിർവഹിക്കാൻ ഏറെ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അടുത്ത റമദാനിൽ നമ്മൾ ജീവിക്കുമോ അത്രയും ആയുസ് അള്ളാഹു നമുക്ക് നീട്ടി തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായിരുന്നാലും ഈ റമദാനിൽ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മെ സംബന്ധിച്ച് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും ഒരേ മനസ്സോടുകൂടി ഒരേ ആത്മീയമായ ചൈതന്യത്തോടെ ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ നമ്മളും അതിൽ പങ്കെടുക്കുകയും നമ്മുടെ മനസ്സിലേറെ സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുകയും അൽഹംദുലില്ലാ ജീവിതത്തിൽ കുറെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി അവനോട് പ്രാർത്ഥിക്കുകയും നമ്മളിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മീയമായ സംതൃപ്തി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താൻ,
നോമ്പുകാരന് രണ്ട് സന്തോഷമുള്ളത്. അതിലൊരു സന്തോഷം അവന്റെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ആ സമയമാകുമ്പോൾ അവൻ ഒരിറക്ക് വെള്ളം ഇറക്കുന്ന വേളയിലുണ്ടാകുന്ന അവന്റെ ആനന്ദം. രണ്ടാമതൊരു സന്തോഷം ഒരു നോമ്പുകാരന് വരാനുണ്ട്. അത് ഫർഹത്തൻ മിൻ ലിഖാഇ റബ്ബിഹി, തന്റെ നാഥനായ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും അള്ളാഹുവിന് വേണ്ടി പകൽ മുഴുവൻ നോമ്പെടുത്ത് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ സംതൃപ്തരായ അടിമകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടം തുറക്കപ്പെടുകയും അവിടെ നിന്നുകൊണ്ടൊരു മലക്ക് നമ്മുടെയൊക്കെ പേര് വിളിച്ചുകൊണ്ട് ആ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടത്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം അന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം ലഭ്യമാകുകയും ചെയ്യുന്ന ആ അനുഗ്രഹീതമായ സമയത്തെക്കുറിച്ചുള്ള ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമിൽ നിലകൊള്ളുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്. നമ്മൾ നോക്കൂ, നമ്മുടെ ചുറ്റുപാട് വിവിധങ്ങളായ മതങ്ങളുണ്ട്, വിവിധ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവര് കൊണ്ടു നടക്കുന്ന വിശ്വാസവും അവരനുഷ്ഠിക്കുന്ന ആചാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ആരാധന രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ അള്ളാഹു ഈ പരിശുദ്ധ ഇസ്ലാമിലൂടെ വളരെ കൃത്യമായി ആ സിസ്റ്റാവിന്റെ മുന്നിൽ മാത്രം വണങ്ങി അവനോട് പ്രാർത്ഥിച്ച് വിനയാന്വിതരായി ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ, സ്വാലിഹായ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തെ സംശുദ്ധമാക്കുന്ന ഒരു വ്യവസ്ഥയാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അള്ളാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബൽ മിൻഹു. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ആഗ്രഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ ഫലൻ യുഖ്ബൽ മിൻഹു, അവനിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല. അള്ളാഹു സ്വീകരിക്കുന്ന ആരാധന അവന് മാത്രം അനുഷ്ഠിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവന് ഇബാദത്ത് ചെയ്യുന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ആരാധനാ ക്രമത്തെയാണ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ റമദാൻ നിർബന്ധമാക്കിക്കൊണ്ട് ഇറങ്ങിയ ആയത്തുകൾക്കിടയിൽ തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ, അവർ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അടിമകളോട് വളരെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് എന്ന് ഈ റമദാനിന്റെ ആയത്തുകൾക്കിടയിൽ തന്നെയാണ് അള്ളാഹു പറയുന്നത്. എല്ലാ ഇബാദത്തുകളും തൗഹീദിൽ അധിഷ്ഠിതമാണ് എന്ന് കാണാൻ സാധിക്കും. ആ നിലയ്ക്ക് അള്ളാഹു ഈ ശറയിൽ നിയമമാക്കി തന്ന ഈ ആരാധനാ കർമ്മങ്ങൾ യുക്തിഭദ്രവും ഒരു മനുഷ്യന് അനുഷ്ഠിക്കാൻ കഴിയുന്നതും അവന്റെ മനസ്സിന് സംതൃപ്തിയേകുന്നതും അവന്റെ ഹൃദയത്തിൽ സന്തോഷം പകരുന്നതുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരുപാട് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ വിശ്വാസിയും തങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങളുമായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന ഒരു രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപാട് കർമ്മങ്ങൾ, ഇബാദത്തുകളും അമാലുകളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ധാരാളം നന്മകളൊക്കെ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുമത്രേ, എന്റെ കാരുണ്യം കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന്. അപ്പൊ അടിമകൾ അത്ഭുതപ്പെട്ടു പോകും, ഞങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ടല്ലേ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഒരാൾ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വലാ അൻത യാ റസൂലുള്ളാഹ്, താങ്കൾക്കും ഇപ്രകാരമാണോ? താങ്കളുടെ അമലുകൾ കൊണ്ട്, താങ്കൾ ചെയ്ത ഇബാദത്തുകൾ കൊണ്ട്, താങ്കൾ ചെയ്ത നന്മകൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ കടക്കാൻ സാധിക്കില്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, ഇല്ലാ അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിഹി.
നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഒരു കാരുണ്യം നമ്മളിലേക്ക് പൊതിയണം, അവന്റെ ഔദാര്യം നമ്മളിലേക്ക് പൊതിയണം. എങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഒരാൾ ആലോചിക്കുകയാണ്, നമ്മൾ എത്രമാത്രമാണ് അമല് ചെയ്ത്, എത്ര വർഷം നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, എത്ര ഭക്തി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, ഉംറകൾ, ഹജ്ജ്, അങ്ങനെയൊക്കെ എന്തെല്ലാം കർമ്മങ്ങൾ, നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്രമാത്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്ത ഇബാദത്തുകളല്ലേ, നമ്മുടെ സൽക്കർമ്മങ്ങളല്ലേ എന്നൊരാൾ ചിന്തിക്കുകയാണ്. അതിന് അള്ളാഹു നൽകുന്ന മറുപടിയുണ്ട്. അള്ളാഹു പറയും, നിന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് ഒരു തുലാസിലും നീ ചെയ്ത അമലുകൾ മറ്റൊരു തുലാസിലും വെക്കുമെന്ന് വിചാരിക്കുക. എന്നാലും ആ കണ്ണ് തന്നെയാണ് ഉയർന്നു നിൽക്കുക. കാരണം എന്താണ്? കാരണം ഈ കണ്ണുകൊണ്ടുള്ള അനുഗ്രഹം ഉണ്ടല്ലോ, ഒരൊറ്റ അവയവം നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം, ഈ അനുഗ്രഹത്തെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ ചെയ്ത അമലുകൾക്ക് ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് മതിയാവുക? ഒരു ചെറിയ അനുഗ്രഹം, കണ്ണ് എന്ന് പറഞ്ഞ മഹത്തായ അനുഗ്രഹം, ഈ അനുഗ്രഹം മാത്രം ചിന്തിച്ചു നോക്കുക. നമ്മൾ എത്രമാത്രം അമലുകൾ ചെയ്താലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് മതിയാവില്ല എന്നേ. നമ്മൾ ചെറിയ അമലുകളാണ് ചെയ്യുന്നത്, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിയാൽ ഒതുങ്ങൂല. ഒരു കണ്ണിന്റെ അനുഗ്രഹം മാത്രം എടുത്തു വെച്ചാൽ മതി. എങ്കിൽ പോലും നമ്മൾ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അടുക്കി വെച്ചാലും, എങ്ങനെ അടുക്കി വെച്ചു കൊടുത്താലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കൊപ്പം എത്തുകയില്ല. പിന്നെയല്ലേ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ അമലുകൾ ഞാൻ ധാരാളമായി ചെയ്തിട്ടുണ്ട് എന്നൊരു വിചാരമേ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ കുറെ ചെയ്തല്ലോ, കുറെയൊക്കെ, എത്രയാണ് നോമ്പനുഷ്ഠിച്ചത്, എത്രയാണ് നമസ്കരിച്ചത്, അതുകൊണ്ട് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. മഹാനായ ഫദ്ൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പിശാച് സംതൃപ്തനാകുന്ന സന്ദർഭമുണ്ട്. പിശാച് സംതൃപ്തനാകുന്ന സന്ദർഭം, 3 സ്വഭാവക്കാരായ ആളുകളുടെ മേൽ പിശാചിന് വല്ലാത്ത സംതൃപ്തായിരിക്കും. 3 സ്വഭാവക്കാരായ ആളുകൾ. അതിൽ അദ്ദേഹം പറയുന്നത്, ഒന്നാമത്തേത് തന്നെ കുറിച്ച് അമിതമായ മതിപ്പ്. ഞാനേ എത്രമാത്രം ചെയ്തിട്ടുള്ളത്, ഞാൻ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ, ഞാൻ ചിലവഴിച്ച ധനത്തെ കുറിച്ചൊക്കെ ആലോചിച്ചാലേ ഞാനിങ്ങനെ ഒരു ആത്മസംതൃപ്തി കൊള്ളുക. അതായത് തന്നെ അമിതമായ ഒരു പ്രശംസ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് പിശാചിന് സംതൃപ്തായിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകരുത്. ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് എന്ന വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് തത്തുല്യമായി നാം ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, താൻ ചെയ്ത നന്മകൾ മഹത്വവൽക്കരിക്കുന്ന ഒരാള്. ഓരോ നന്മകൾ ഇങ്ങനെ മഹത്വവൽക്കരിക്കുക, ഞാൻ അവിടെ ചെയ്ത കാര്യം, ഇവിടെ ചെയ്ത കാര്യം ഇങ്ങനെ മഹത്വവൽക്കരിക്കുക. ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരെ കുറിച്ച് പിശാച് സംതൃപ്തനാണ് എന്നാ ഫദ്ൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി പറയുന്നത്. മൂന്നാമതായി തിന്മകളെ നിസ്സാരവൽക്കരിക്കുക. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില തിന്മകൾ അത് എത്ര ചെറിയ കാര്യമല്ലേ, എന്തെങ്കിലും വർത്തമാനം പറയും, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വഴക്കിടുക. ചെറിയൊരു വർത്താനം ഉണ്ടായി, നമസ്കാരത്തിൽ സ്വഫ് വെക്കുമ്പോ ഇയാളുടെ അടുത്താണോ നിൽക്കുന്നത്, അത് പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അതേപോലെ വെറുപ്പ് പ്രകടിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങി നമ്മൾ വിചാരിക്കുന്ന കൊച്ചു കൊച്ചു തിന്മകൾ, ആ തിന്മകളെ നിസ്സാരവൽക്കരിക്കുക, അത് പിശാചിന് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതില് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മള് പിശാചിന്റെ കെണിയിൽ പെട്ടുപോകരുത്. നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് എന്ന വിചാരം നമുക്ക് ഒരിക്കലും ഉണ്ടാകാനേ പാടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്ത നന്മകൾ അത് വളരെ കുറഞ്ഞതാണ്, അതിനേക്കാൾ അധികമായി ചെയ്താൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ അരികിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്ന സുഹൈബ് റൂമിയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റഹിബ സുഹൈബ്, അത് വിജയിച്ച ഒരു സുഹൈബ് ഇങ്ങനെ കടന്നു വരുന്നു, മദീനയിലേക്ക് കടന്നു വരിക. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകത വിശദീകരിക്കുന്നു. റൂമി എന്ന് പറഞ്ഞ റോമക്കാരനാ അദ്ദേഹം, സുഹൈബ് റൂമി, റോമക്കാരനാ അദ്ദേഹം.
അപ്പൊ അദ്ദേഹം റോമിൽ നിന്ന് മക്കയിലേക്ക് വന്നു. അങ്ങനെ മക്കയിൽ വന്നിട്ട് ബിസിനസ് ചെയ്തു, ധാരാളം സമ്പത്തുണ്ടായി, കോടിക്കണക്കിന് ദീനാറുകൾ ദിർഹമുകൾ അദ്ദേഹം സമ്പാദിച്ചു കൂട്ടി, ധാരാളം സമ്പത്തിന്റെ ഉടമയായി മാറി അദ്ദേഹം. അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയാണ്, മുസ്ലിമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ സുഹൈബും ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അപ്പൊ മക്കക്കാർ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി, അങ്ങനെ നിനക്കാണ് പോകാൻ പറ്റില്ല, നീ മക്കയിൽ വന്ന് ഞങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്തുണ്ടാക്കിയ ധനമാണ് ഇതൊക്കെ, അപ്പൊ നിനക്ക് മുഹമ്മദിന്റെ കൂടെ മദീനയിലേക്ക് പോകണമെങ്കിലേ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ സമ്പത്ത് മക്കയിൽ നിന്ന് നീ സമ്പാദിച്ച എല്ലാ സമ്പത്തും ഇവിടെ വെച്ചിട്ട് നീ പോകണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ വിശ്വാസമാണ് വലുത്. ആ സമ്പത്ത് മുഴുവൻ അദ്ദേഹം അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായി. തന്റെ കുതിരപ്പുറത്ത് കയറി പോകാൻ തയ്യാറായപ്പോ അവർ പറഞ്ഞു, പറ്റൂല, ഈ കുതിരയും ഈ മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ് നീ, അതുകൊണ്ട് വേണമെങ്കിൽ നിനക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞു. അവസാനം 2 തുണിക്കഷ്ടം എടുത്തു കൊടുത്തിട്ട് ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും കൊടുത്തിട്ട്, ഇത് മാത്രമാണ്, നീ ഒന്നുമില്ലാതെ കടന്നു വന്നവനാ, ഇതുമായിക്കൊണ്ട് നിനക്ക് വേണമെങ്കിൽ മദീനയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഉടുത്തൊരു തുണിയും ഒരു പുതപ്പും ധരിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ നോക്കിക്കൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഇതാ വിജയിച്ചവനായ സുഹൈബുർ റൂമി കടന്നു വരുന്ന രംഗമാണിത് എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ച നന്മകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്ത നന്മകളുടെ വലിപ്പം എത്രയുണ്ട് എന്ന് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിൽ വെള്ളത്തിന്റെ ക്ഷാമമുണ്ടായ ഒരു സന്ദർഭമുണ്ട്. വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുകയാണ്. അപ്പൊ ആകെ ഉള്ളത് ഒരു കിണറാണ്, ഒരു കിണർ. ആ കിണറാകട്ടെ ഒരു ജൂതന്റെ കയ്യിലാണുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതനെ സമീപിച്ച്, ആളുകൾ വെള്ളത്തിന് വല്ലാതെ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് താങ്കൾ വെള്ളമെടുക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സമ്മതിക്കില്ല, എന്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കണമെങ്കിൽ അതിന് കൃത്യമായ വില നൽകേണ്ടി വരും. എന്നാൽ ഇതറിഞ്ഞ പ്രവാചകൻ ഇവിടെ പ്രഖ്യാപനമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കിണർ ആരെങ്കിലും വിലക്ക് വാങ്ങി സത്യവിശ്വാസികൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നുവെങ്കിൽ ഇതാ സ്വർഗത്തിൽ ഞാനൊരു നീരുറവ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ജൂതനെ സമീപിക്കുന്നുണ്ട്. ആ ജൂതനെ സമീപിച്ചുകൊണ്ട് അന്ന് 20,000 ദിർഹം കൊടുത്തിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ റൂമാ കിണർ, ആ കിണറിന്റെ പേര് അങ്ങനെയായിരുന്നു, ഇന്നത് ബിഇർ ഉസ്മാൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 20,000 ദിർഹം വിലക്ക് വാങ്ങിയിട്ട് ആ കിണർ വിശ്വാസികൾക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ്. നബിയോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, പ്രവാചകരെ, ഈ കിണർ ഞാൻ വാങ്ങി ദാനം ചെയ്യുന്ന കാരണത്താൽ ഉസ്മാനോ അല്ലെങ്കിൽ ഉസ്മാന്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു പ്രത്യേകത, അത് ഉസ്മാൻ വാങ്ങിയതല്ലേ, അവൻ ആദ്യം എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഏതെങ്കിലും ഒരു ഒഴിവ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എനിക്ക് നൽകേണ്ടതില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന, ഓരോരുത്തരും ചെയ്യുന്ന നന്മകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്ത നന്മകളൊക്കെ എത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നിസ്സാരമാണ് നമ്മുടെ നന്മകൾ. അതുകൊണ്ട് ഞാൻ കുറെ ചെയ്തു എന്ന ഒരിക്കലും ഒരു വിചാരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവാനേ പാടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളുടെ അവസാനം വരെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം, ഓരോ അമലുകളും അതിന്റെ അന്ത്യത്തിന്റെ, അതിന്റെ അവസാന നിമിഷത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് പരിഗണിക്കപ്പെടുകയെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാണ്. സാധാരണ ആളുകൾ 27 കഴിഞ്ഞാൽ പിന്നെ റമദാനിലെ നോമ്പിനെ കുറിച്ചുള്ള സംതൃപ്തിയും ആ തക്കുവയൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകും. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആ പെരുന്നാളിന്റെ തലേന്ന് വരെ പെരുന്നാൾ ദിനത്തിന്റെ സുന്നത്ത് കൂടി കൃത്യമായി ചെയ്തുകൊണ്ട് ആ റമദാനിലെ നോമ്പിന്റെ അവസാന നിമിഷം വരെയും ആ തക്കുവ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം റമദാനിനെ നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ ഉംരി ആഖിറഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇജ്അൽ ഖൈറ ഉംരി,
എന്റെ വയസ്സിന്റെ ഖൈറ ഉംരി ആഖിറുഹു, എന്റെ വയസ്സിന്റെ അവസാനം ഉണ്ടല്ലോ, അതായത് ഞാൻ മരിക്കുന്നവരെയുള്ള ആ മരിക്കാൻ നേരത്തുള്ള എന്റെ ആ സമയം പോലും അള്ളാഹുവേ നീ ഖൈറിലാക്കി തരണം. ഇടയ്ക്ക് വെച്ച് എന്റെ അമലുകൾ മുറിഞ്ഞു പോകരുത്. മരണം വരെ, ആ മരണത്തിന്റെ ആ നിമിഷം വരെയും ഖൈറിലായി ജീവിക്കാൻ അള്ളാഹുവേ എനിക്ക് നീ സൗകര്യം നൽകണം. അതേപോലെ എന്റെ അമലുകളുടെ അവസാനം വരെയും ആ ഖൈറ് നന്മ നിലനിർത്താൻ അള്ളാഹുവേ നീ എനിക്ക് സൗകര്യം നൽകണം. അള്ളാഹുവേ അള്ളാഹുവേ നിന്റെ കണ്ടുമുട്ടുന്ന ആ ദിവസം ഉണ്ടല്ലോ, നിന്നെ കണ്ടുമുട്ടുന്ന ആ ദിവസം വരെയും എന്റെ അമലുകളുടെ ആ നന്മയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ ആ നന്മ ചെയ്തുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം നൽകണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രവാചകൻ വിശദീകരിച്ചത് എന്താ? നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക, നിനക്ക് യക്കീൻ വരുന്നത് വരെ. യക്കീൻ എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ ഉറപ്പ് എന്ന അർത്ഥം. പക്ഷെ ഇവിടെ യക്കീൻ എന്ന പദത്തിന് നൽകിയ വിശദീകരണം എന്താണെന്നറിയോ? യക്കീൻ എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് എന്നാണ്. അൽ മൗത്ത് അതുകൊണ്ട് മരണമെത്തുന്നത് വരെ അമലുകളിൽ മുഴുകണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്ത അമലുകൾ, ആ ചെയ്ത അമലുകൾ ഇടയ്ക്ക് വെച്ച് മുറിച്ച് കളയുക അല്ലെങ്കിൽ നിർത്തിവെക്കുക, ഇങ്ങനെ നമ്മൾ ആലോചിക്കാൻ കഴിയോ? റമദാനിൽ ചെയ്ത കർമ്മങ്ങള് റമദാനോട് കൂടി നിർത്തിവെക്കാൻ കഴിയോ? ഒരിക്കലും കഴിയില്ലല്ലോ. റമദാനിൽ സ്വീകരിച്ച നേടിയെടുത്ത തഖ്വകൾ റമദാൻ കഴിഞ്ഞ ആ തഖ്വ ഇല്ലാതെ ജീവിക്കാൻ കഴിയോ? തഖ്വ എന്നത് ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മാത്രമുള്ളതല്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും, നമ്മുടെ മരണം വരെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്നത്. അതല്ലാതെ റമദാനിൽ മാത്രം ഒരു തഖ്വ, ശവ്വാലായി കഴിഞ്ഞാൽ വേറൊരു ജീവിതം, അങ്ങനെ ഇല്ലല്ലോ നമുക്ക് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തുടർന്നു വരുന്ന ഇബാദത്തുകൾ, പ്രത്യേകിച്ച് നാഫിലത്തായ സുന്നത്തായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ്. 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നേടിയെടുത്ത തഖ്വയെ നിലനിർത്താൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. 5 കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. ആ 5 കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, തിലാവത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു. റമദാൻ കഴിഞ്ഞാലോ ഖുർആൻ പാരായണം ഉണ്ടാവണം. തിലാവത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു. നമ്മൾ നേടിയെടുത്ത തഖ്വ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയും ചിന്തയും ഒക്കെ നിലനിർത്തണമെങ്കിൽ 5 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു. ഖുർആൻ ഓതാ, ഖുർആൻ നന്നായിട്ട് ഓതിക്കൊണ്ടിരിക്കുക. റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പാരായണം നിർത്തിവെക്കരുത്, ഖുർആന്റെ പഠനവും നിർത്തിവെക്കരുത്. ഖുർആൻ പാരായണം മാത്രമല്ല, ഖുർആനിക ആയത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിന്റെ ആശയങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് റമദാൻ കഴിഞ്ഞാലും ഉണ്ടാകണം. എങ്കിൽ തഖ്വ ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ. രണ്ടാമത് അൽ ബത്നുൽ ഖലാ, ഖാലിയായ വയറുണ്ടാവണം. എപ്പോഴാ കാലിയായ വയറുണ്ടാണ്? നോമ്പെടുക്കുമ്പോഴാണ് കാലിയായ വയറുണ്ടാകുന്നത്. അപ്പൊ റമദാനോട് കൂടി നോമ്പ് തീരുന്നില്ല, റമദാൻ കഴിഞ്ഞാലും നോമ്പുണ്ട്. നാഫിലത്തായ സുന്നത്തായ ധാരാളം നോമ്പുകളുണ്ട്. അപ്പൊ അടുത്ത റമദാനിലേക്ക് ഇങ്ങനെ കാത്തിരിക്കണ്ട, ഇനി ഒരു നോമ്പെടുക്കാൻ വേണ്ടി. ചില ആളുകൾ അങ്ങനെയാ, ഒരു റമദാനിൽ നോമ്പെടുത്തു, പിന്നെ നോമ്പെടുക്കുന്നപ്പോഴാ ഇനി അടുത്ത റമദാൻ വരണം എന്നാലേ നോമ്പെടുക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവരുത്. അൽ ബത്നുൽ ഖലാ, ഇടയ്ക്കൊക്കെ സുന്നത്ത് നോമ്പുകൾ എടുക്കുക. മാസത്തിൽ 13, 14, 15 അറബി മാസങ്ങളിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കുക. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. അതുകൊണ്ട് അൽ ബത്നുൽ ഖലാ, നോമ്പെടുക്കുക. അത് നമ്മുടെ തഖ്വ നിലനിർത്താൻ സാധിക്കും. മൂന്നാമതായി പറഞ്ഞു തളർറു ബിസ്സിഹർ, നിങ്ങൾ പ്രഭാതത്തിലെ സൂക്ഷിക്കുക. പ്രഭാതം അത് എത്ര അനുഗ്രഹീതമായ സമയമാണ്. വിശ്വാസികളുടെ പ്രത്യേകത പറയുമ്പോൾ ഖുർആൻ പറയുന്നില്ലേ, അവര് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട്, വെളുപ്പിന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് പ്രഭാതവേളയിൽ. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റവരാ, അത് ഇനി എഴുന്നേക്കാൻ നമുക്ക് കഴിയും.
ഇനിയും എഴുന്നേൽക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുന്നുണ്ട്, ചില ആളുകളുണ്ട്, ആ ആളുകളെ പോലെ നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത്. യഖൂമു ബില്ലൈലി, അവര് രാത്രിയിൽ എഴുന്നേൽക്കും, വലാ തഖൂമു സ്വലാഹ്, പക്ഷെ നമസ്കാരം നിർവഹിക്കൂല. പ്രഭാതത്തിൽ എഴുന്നേൽക്കും, നേരത്തെ എഴുന്നേൽക്കും, ചിലപ്പോ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും. വലാ യഖൂമു സ്വലാഹ്, പക്ഷെ വലാ യഖൂമുൽ ലയാലി എന്നൊക്കെ പറയുന്നുണ്ട്. രാത്രി നമസ്കാരം നിർവഹിക്കാത്ത ആളുകളെ, അങ്ങനെയുണ്ട് ചില ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ രാത്രിയിൽ ഈ റമദാനിന്റെ രാത്രി കാലങ്ങളിൽ നമസ്കാരത്തിൽ മുഴുകിയവരാണ് എങ്കിൽ നമ്മൾ ഇനിയും അത് തുടരണം എന്നാ പറയണത്. അതുകൊണ്ട് പ്രഭാതത്തിൽ വെളുപ്പിൽ എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, തഖ്വ നിലനിർത്താൻ സാധിക്കും. അഞ്ചാമതായി മജാലിസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം സഹവസിക്കുക. സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം സഹവസിക്കുക. നമ്മൾ എന്നിങ്ങനെ വിനോദങ്ങൾ മുഴുകുന്ന, ഏതെങ്കിലും ക്ലബിൽ പോയി എന്നും കളിയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിനോദ പരിപാടികൾ മാത്രം മുഴുകുന്ന ആളുകളുമായിട്ടാണ് എങ്കിൽ നമ്മളും അങ്ങനെ തന്നെയായിരിക്കും. അതല്ല, സ്വാലിഹീങ്ങളുമായി നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, നല്ല കാര്യങ്ങളെ കുറിച്ച് വർത്തമാനം പറയുന്ന, ചിന്തിക്കുന്ന, അതേപോലെ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുകളുമായി സഹകരിക്കുന്നുവെങ്കിൽ മജാലിസ് സ്വാലിഹീൻ, അത്തരം ആളുകളുമായി സഹകരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ തഖ്വ നിലനിർത്താൻ സാധിക്കുമെന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഇനിയുള്ള കർമ്മങ്ങളെ നമുക്ക് വലിയ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അള്ളാഹു പറഞ്ഞത് എന്താ? വലാ തകൂനു കല്ലത്തി നഖലത്തി ഉസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ നൂല്, നല്ല കട്ടിയുള്ള നൂലിങ്ങനെ പേർത്ത് നല്ല കട്ടിയുള്ള നൂലാക്കി മാറ്റിയതിന് ശേഷം വൈകുന്നേരമാകുമ്പോ അതിങ്ങനെ അഴിച്ചു കളയുന്ന ആളുകളെ പോലെ ആയിത്തീരരുത് കേട്ടോ. ഒരു മാസക്കാലം നോമ്പെടുത്തിട്ട് ആ നോമ്പ് കഴിയുമ്പോഴേക്കും വേറെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകളെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ? നമ്മൾ ഓർമ്മ വരുന്നത്, നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇനി എന്നാ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, കുറെ അമലുകളൊക്കെ നിനക്ക് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. ആ അമലുകളിൽ ഒരു കുറവും വരുത്താതെ ഞങ്ങളിൽ നിന്നും പരിപൂർണമായും റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്നും ആ കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്കിനി ഉണ്ടാവേണ്ടത്. ഖുർആൻ പഠിപ്പിച്ചത് എങ്ങനെ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഖുർആൻ പഠിപ്പിക്കുന്ന സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബനാ ഞങ്ങളുടെ നാഥ, ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, സന്മാർഗ്ഗം ലഭിച്ചതിന് ശേഷം അമലുകളിൽ മുഴുകി ഒരു നല്ല ക്രമമുള്ള ഒരു ജീവിതത്തിൽ ഒരു ക്രമം, ആ ക്രമമുള്ള ഒരു ജീവിതം നയിച്ചതിന് ശേഷം റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ തമ്പുരാനെ. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്നിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നീയാകുന്നല്ലോ എല്ലാം നൽകുന്നവൻ. അതുകൊണ്ട് ഹൃദയങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാം. എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. ഒരു യുദ്ധത്തിൽ ഒരാൾ ധീരമായി യുദ്ധം ചെയ്യുകയാണ്, അല്ല ശത്രുപക്ഷത്തിനെ നല്ല അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ധീരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയി, എന്ത് ധീരനാണ് അയാൾ, എത്ര ശത്രുക്കളെയാണ് അരിഞ്ഞു വീഴ്ത്തുന്നത് അദ്ദേഹം, അയാൾ തീർച്ചയായും സ്വർഗത്തിലായിരിക്കുമെന്ന് സ്വഹാബികൾ മറുപടി പറഞ്ഞു. അത് കണ്ടിട്ട് പറഞ്ഞതാണത്. ഇത് കേട്ട നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അദ്ദേഹം നരകത്തിലാണ്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ വല്ലാത്തൊരു മുറിവ് പറ്റി. ആ മുറിവ് പറ്റിയപ്പോ അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വേദന. ആ വേദന സഹിക്കാൻ വയ്യാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന വാള് അതിങ്ങനെ നിലത്ത് വെച്ചിട്ട് ആ വാളിന്റെ മുകളിലേക്ക് കിടന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് സ്വഹാബികൾ കണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യും, ഒരുപാട് നന്മകൾ ചെയ്യും, പക്ഷെ ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും അയാളുടെ ചിന്തകൾ മാറിയിട്ടുണ്ടാകും, ആലോചനകൾ മാറിയിട്ടുണ്ടാകും, അയാൾ ദീനിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാകും.
അതിന് പല പേരുകൾ പറയും നമ്മൾ. ചിലപ്പോൾ അദ്ദേഹം മതവിരോധിയായിട്ടുണ്ടാകും, മതനിഷേധിയായിട്ടുണ്ടാകും. അങ്ങനെ തുടങ്ങി മാറിപ്പോകുന്ന ചില ആളുകളുണ്ട്. വേറെ ചില ആളുകൾ അവരുടെ യൗവനത്തിലൊക്കെ എല്ലാ തെറ്റുകളിലും ഒഴുകിയ ആളുകളായിരിക്കും. പക്ഷേ മരണമാകുന്ന വേളയിൽ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ടാകും. നന്മയിലായിരിക്കും ജീവിക്കുക. അയാൾ പിന്നെ ദീനിന്റെ നിയമങ്ങളിൽ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടാകും. അങ്ങനെ ആളുകൾ ഉണ്ട് രണ്ട് തരത്തിൽ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം തെറ്റിപ്പോകാതെ മാറിപ്പോകാതെ മരണം വരെ അള്ളാഹുവിന്റെ ഈ ദീനിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ആ ഉറച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി നാം ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഞങ്ങൾ അനുഷ്ഠിച്ച എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ നാഥ എന്ന പ്രാർത്ഥനയായിരിക്കണം ഇത് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു ഈ ചെയ്ത അമലുകളിൽ ഒരു കുറവും വരുത്താതെ ആ അമലുകളെ നിലനിർത്തി കൊണ്ടുപോകാനും, നമ്മൾ ഏത് ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെറിയ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം ലഭ്യമാകുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി